ആലപ്പുഴയിൽ മാത്രമല്ല കേരളത്തിൽ തന്നെ CPM-ന്റെ ശക്തമായ ശബ്ദമായിരുന്നു ഒരു കാലത്ത് ജി സുധാകരൻ. എതിർപ്പുകളും വിയോജിപ്പുകളും പറഞ്ഞ് പരിഹരിക്കുന്നതിൽ മുഖ്യസ്ഥാനവും ജില്ലാതലത്തിൽ സുധാകരനുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ചില അസ്വാരസ്യങ്ങൾ പാർട്ടിക്കും സുധാകരനും ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. ക്രമേണ സുധാകരന്റെ പ്രസക്തി കുറയുകയും ചെയ്തു. മുൻനിരയിൽ നിന്ന് ജി സുധാകരന് മാറേണ്ടി വരികയും ചെയ്തു. പാർട്ടിയോട് പലതരത്തിലുള്ള അഭിപ്രായ ഭിന്നതകളും ജി സുധാകരനുണ്ടായിരുന്നു. അതെല്ലാം അവസരം കിട്ടുമ്പോഴൊക്കെ അദ്ദേഹം പറയുകയും പ്രകടിപ്പിക്കുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് വീഴ്ചയെക്കുറിച്ചുള്ള പാർട്ടി അന്വേഷണത്തിലെ അമർഷം കവിതയിലൂടെ അവതരിപ്പിച്ച സുധാകരനെ കേരളം മറന്നിട്ടില്ല. സാമൂഹിക പ്രവർത്തനം ഒരു നന്ദിയും കിട്ടാത്ത പണിയാണെന്നും തിരിച്ചുവരവിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ലെന്നും ആകാംക്ഷാഭരിതരായ നവാഗതർ ഇനി ഈ വഴി നടത്തട്ടെ എന്നും സുധാകരൻ എഴുതി. 2021 തെരഞ്ഞെടുപ്പിനെ ചൊല്ലിയായിരുന്നു പ്രധാന വിവാദം. എച്ച് സലാമും എ മാരിഫും പരസ്യമായി സുധാകരനെതിരെ രംഗത്തെത്തിയത് അദ്ദേഹത്തെ ചൊടിപ്പിച്ചു. പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടില്ലെന്ന ആക്ഷേപം കൂടിയായപ്പോൾ സുധാകരൻ മാനസികമായി അകന്നു. ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ പാർട്ടി കമ്മീഷനെ നിയമിച്ചു. ഈ സമയത്തായിരുന്നു സുധാകരന്റെ കവിത. പിന്നീട് നടന്ന പാർട്ടി ഫോറങ്ങളിലെല്ലാം ജി സുധാകരൻ പരിഭവം പ്രകടിപ്പിച്ചിരുന്നു. സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് എറണാകുളം സമ്മേളനത്തിൽ കത്തുകൊടുത്തു. പിന്നാലെ കണ്ണൂരിൽ നടന്ന പാർട്ടി കോൺഗ്രസിൽ നിന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞ് വിട്ടുനിന്നു. അന്ന് പകരം പ്രതിനിധിയായി അയച്ചത് എ മഹേന്ദ്രനെ. അപ്പോഴും ജില്ലാതലത്തിൽ ജി സുധാകരൻ സജീവമായിരുന്നു. പക്ഷേ പ്രായപരിധി കർശനമാക്കിയതോടെ മേൽക്കമ്മിറ്റികളിൽ നിന്ന് ജി സുധാകരൻ പൂർണ്ണമായും ഒഴിവായി. പിന്നീട് ആലപ്പുഴ ജില്ലാ DC ബ്രാഞ്ചിൽ മാത്രമായി സുധാകരന്റെ സാന്നിധ്യം. TG ആഞ്ചലോസിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് കള്ള റിപ്പോർട്ടുണ്ടാക്കിയാണെന്ന തുറന്നു പറച്ചിൽ കൂടി വന്നതോടെ പാർട്ടിയുമായുള്ള ബന്ധത്തിൽ കാര്യമായ വിള്ളൽ വീണു. ഒരു സുപ്രഭാതത്തിലെ അകൽച്ചയല്ല ജി സുധാകരന്റേത്. കാലാകാലങ്ങളായി പിണങ്ങിയും പരിഭവിച്ചും മാറി നിന്ന സുധാകരൻ ഇന്ന് പാർട്ടിക്കകത്ത് അപ്രസക്തനായി എന്നതിൽ തർക്കമില്ല. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.